ഹലോ. അപ്പം ഇന്ന് മുഹറം നോമ്പ് 9 അപ്പം 9ഉം 10ഉമാണ് ഞങ്ങൾ ഈ പ്രാവശ്യം എടുക്കുന്നത്. അപ്പം അതിനായിട്ട് 9ാം നോമ്പിന് ഞാൻ ഉണ്ടാക്കുന്നത് ദോശയാണ്. അപ്പം ഇന്ന് ആർക്കും നോമ്പില്ല, എനിക്ക് മാത്രമേ നോമ്പുള്ളൂ. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നേരത്തെ അരിയൊക്കെ കുതിർത്തി വെച്ചിരുന്നു, അതൊക്കെ അരച്ച് ദോശയ്ക്ക് വേണ്ടി മാവ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കലക്കി റെഡിയാക്കിയിട്ട് ഞാൻ ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പം ദോശൻ്റെ കൂടെ കറിയായിട്ട് മത്തിയാണ്. അപ്പം നല്ല ഉരുണ്ട മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ മത്തിയാണെന്ന് ദോശയ്ക്ക് വേണ്ടി കറി വെക്കുന്നത്. അപ്പം നല്ല മത്തിൻ്റെ സീസണാണിത്. അപ്പം നല്ല ടേസ്റ്റുള്ള മത്തിയാണ് കേട്ടോ. നല്ല നെയ്യൊക്കെ ഉള്ള, നല്ല പഞ്ഞിനൊക്കെ കുറേ ഉള്ള മത്തിയാണ്. അപ്പം നല്ല രസമായിട്ടുണ്ട് കറിയിൽ. ദോശക്കും മത്തി തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മത്തി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ ഗൈസ്. അപ്പം മത്തിക്കറിയും അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ദോശ ചുടലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ദോശ ചുടലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു മാങ്ങ ജ്യൂസ് അടിക്കാമെന്ന്. അങ്ങനെ മാങ്ങ എടുത്ത് ജ്യൂസ് അടിച്ചു. അപ്പം നോമ്പ് 9ൻ്റെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നോമ്പ് 10ൻ്റെ വിശേഷം കേൾക്കാം. അപ്പം അതിനായിട്ട് ഇന്ന് കുറച്ച് ചിക്കനും ബീഫും കൂടിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ടും ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടുമാണ് വിചാരിച്ചിട്ടുള്ളത്. ഇന്നത്തെ കടി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ വിചാരിച്ചത് പത്തിരി ഉണ്ടാക്കാമെന്നായിരുന്നു. പിന്നെ എനിക്ക് മടിയായി. പിന്നെ മോൾക്ക് ഇന്ന് നോമ്പുണ്ട് കേട്ടോ, മോൾക്ക്. അപ്പോൾ ഓൾ പറഞ്ഞു നമുക്ക് പൊറോട്ട മതിയെന്ന്. അപ്പം പിന്നെ വേറെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല, പൊറോട്ട തന്നെ വാങ്ങി. അങ്ങനെ പൊറോട്ട ഒക്കെ സെറ്റാക്കി. പിന്നെ അതിന് ശേഷം ഞാൻ വത്തൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം അധികം സാധനങ്ങളൊന്നുമില്ല. വത്തക്കയും കക്കരിയും പിന്നെ മാങ്ങ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിഭവങ്ങൾ. ഇനി എല്ലാം സെറ്റ് ചെയ്തു, ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതക്കുട്ടിക്ക് നോമ്പുണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കര ത്രില്ലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് നോമ്പ് നോക്കണ്ട മോളെ, മുറിച്ചാളാന്ന്. പക്ഷേ മോള് മുറിക്കുന്നൊന്നുമില്ല. ആൾക്ക് ഫുള്ള് നോമ്പൊന്ന് എടുത്തേ പറ്റൂന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും നോമ്പ് മുഴുമിച്ച് നോറ്റോളിന്ന്. ഉമ്മ പിന്നെ കാക്കാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് നോമ്പുറക്കാനായിട്ട്. ഒരു വിളിച്ചപ്പോൾ അങ്ങോട്ടേക്ക് പോയതാണ്. അപ്പം ഞങ്ങൾ ബാങ്കിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മുഹറം നോമ്പിൻ്റെ വിശേഷങ്ങൾ.
അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.